മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് പ്രകൃതിരമണീയമായ കടൽത്തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പുതുപൊന്നാനിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. കടലിനോടും കായലിനോടും ചേർന്ന് കിടക്കുന്ന പ്രകൃതിരമണീയമായ ഈ ഭൂമിയിലാണ് മഹതിയായ മുനമ്പത്ത് ബീവി മറവിട്ട് കിടക്കുന്നത്. മഹതിയായ മുനമ്പത്ത് ബീവി ഈ നാട്ടുകാരിയല്ല, ഈ നാട്ടിൽ ജീവിച്ചിട്ടുമില്ല. മഹദി അവറുകളുടെ ജനാസ വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനി കടപ്പുറത്ത് വന്ന് അടിയുകയായിരുന്നു. തീർത്തും ഇസ്ലാമിക വേഷം ധരിച്ച് ഔറത്ത് പൂർണ്ണമായി മറച്ച് ഒരു ജീർണതകളുമില്ലാതെയാണ് ദിവസങ്ങളോളം ആ മൃതദേഹം അവിടെ കാണപ്പെട്ടു. സമുദ്രത്തിലൂടെ ഒഴുകി വന്ന ജനാസ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേടുപാടുകൾ ഉണ്ടാവാത്തതിനാൽ അവിടുത്തെ നാട്ടുകാർക്ക് സംശയം തോന്നി. ഇത് സാധാരണക്കാരിയല്ല. സാധാരണ അന്നത്തെ കാലത്ത് സമുദ്രത്തിലൂടെ അറിയപ്പെടാത്ത ആളുകളുടെ ജനാസ ഒഴുകി വന്നാൽ എതിർ ദിശയിലേക്ക് തിര പോകുന്ന സമയത്ത് ആ ജനാസ സമുദ്രത്തിലേക്ക് തന്നെ വലിച്ചെറിയുന്ന രീതിയാണ് അന്നത്തെ നാട്ടുകാർ ചെയ്തിരുന്നത്. മഹദി അവറുകളുടെ ജനാസയും അതുപോലെ അവർ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വീണ്ടും വീണ്ടും ആ ജനാസ ആ കരയിലേക്ക് തന്നെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ജനാസ പുതുപൊന്നാനിയോട് ചേർന്ന് തന്നെ മറവ് ചെയ്യാൻ ആ നാട്ടുകാർ തീരുമാനിച്ചു. അവിടെ ഒരുപാട് പേർക്ക് ദർശനം ലഭിക്കുന്നതിന് ഇടയാക്കി. അങ്ങനെ മഹദി അവറുകളുടെ മക്ബറയിലേക്ക് സിയാറത്ത് ചെയ്യാനായി പല ദേശങ്ങളിൽ നിന്നും ഉന്നത ആളുകളും അവിടേക്ക് എത്തിത്തുടങ്ങി. ഞങ്ങളിവിടെ എത്തിച്ചേർന്നപ്പോൾ കാണാൻ സാധിച്ചത് അതിമനോഹരമായ ഒരു കടൽ കായൽ സംഗമ സ്ഥലമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. മനോഹരമായ ഈ സംഗമ സ്ഥലം ദർശിക്കുന്നതിനും മഹദി ബീവിയുടെ ദർശനം ഏറ്റുവാങ്ങുന്നതിനും നിരവധി ഭക്തജനങ്ങളാണ് ഈ മുനമ്പത്ത് ബീവി ജാറത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ധാരാളം പേർ മീൻ പിടിക്കാനും മറ്റും നിൽക്കുന്നതായി ഞങ്ങൾ കണ്ടു. ഇവിടെ കുറേ നേരം നിന്നതിന് ശേഷം ഞങ്ങൾ ഈ ജാറത്തിൻ്റെ പിൻഭാഗത്തുള്ള കല്ലിൻ്റെ മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ അതിവിശാലമായ പുതുപൊന്നാനി കടലിൻ്റെ മനോഹാരിത ഞങ്ങളുടെ മനസ്സിൻ കുളിർമയേകി. ശാന്തമായിരുന്ന ആ കടൽ തീരത്ത് ചെറിയ ചെറിയ തിരമാലകൾ വന്നടിക്കുന്നതിൻ്റെ ശബ്ദം ഞങ്ങളുടെ കാതുകളെ വല്ലാതെ മോഹിപ്പിക്കുന്നതായിരുന്നു. കുറേ നേരം ഞങ്ങൾ ആ കടലിൻ്റെ ഭംഗിയെ ആസ്വദിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴും ആ മക്ബറയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതായി ഞങ്ങൾ കണ്ടു. ഇപ്പോൾ ഏകദേശം സമയം ഉച്ചയ്ക്ക് 3 മണിയാണ്. ഈ സമയത്ത് പോലും അവിടെ ഇത്ര തിരക്കുണ്ടെങ്കിൽ വൈകിട്ടും അതുപോലെ രാവിലെ സമയത്തുമൊക്കെ തിരക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഈ ജാറത്തിലേക്ക് വരുന്നതിനായി ഞങ്ങൾ പൊന്നാനിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. പൊന്നാനി ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള ഒരു റോഡിലൂടെ, ചെറിയൊരു റോഡാണ്. ആ റോഡിലൂടെ നേരെ വരുമ്പോൾ നമുക്ക് അവസാന പോയിന്റിലാണ് മുനമ്പത്ത് ഈ സംഗമ സ്ഥലം, കടലും കായലും സംഗമിക്കുന്ന ഈ സ്ഥലത്തെത്തുവാനും മനോഹരമായ ഒരു ബീച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.